ശിവ്യാറനുബ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അഡപടലം പ്രതിപക്ഷ നേതാവടക്കം പിന്നണിയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ മാത്രം എന്ത് മഹത്തായ കൃത്യമാണ് നിങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ ചെയ്തത്? മുഖ്യമന്ത്രിയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതോ? മാധു, എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തോട്ടെ, എയുടെ പേരിലോ എന്തിൻ്റെ പേരിലോ അറസ്റ്റ് ചെയ്യാം, അതിനൊന്നുമല്ലല്ലോ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തിൻ്റെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത്? കലാപാഹനത്തിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുക. സമാനമായ നിരവധി കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നില്ലേ? 60ഓളം കേസുകളിൽ വിദ്വേഷ പരാമർശം 60 തവണ നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയ ആളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്നിട്ടും കിലുക്കത്തിൽ രേവതി പറയുന്നത് പോലെ ഞാനൊന്ന് കാറിൽ കയറ്റുകയല്ലേ ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറുന്നതിനുള്ള പ്രശ്നം. ഒരു FIR വെള്ളാപ്പള്ളി നടേശനെതിരെ കലാപാഹനത്തിന് അദ്ദേഹം ഇട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പോലീസ് ഇട്ടിട്ടുണ്ടോ? ഇവിടെ എന്ത് നടപടിയാണ് സംഘപരിവാർ നേതാക്കന്മാർ തുടർച്ചയായി നടത്തുന്ന വർഗീയ വിഷം പരത്തുന്ന പ്രസ്താവനകൾ ഉണ്ടായിട്ടുള്ളത്? ആ FIR മാധു ഒന്ന് വായിച്ചു നോക്കണം. തുടർച്ചയായി 2 വിഭാഗത്തിന് നേരെ സ്പർദ്ധ ഉണ്ടാക്കുന്നതിനുള്ള വലിയ പരിശ്രമം നടത്തി എന്ന പേരിൽ FIR നടത്തുമ്പോൾ ഇത് സമാനമായ സാഹചര്യങ്ങളിൽ ഈ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ മാധു? അതായത് അനുപാതരഹിതമായ നിലയിലുള്ള വേട്ടയുണ്ടായി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. അല്ലാതെ എൻ സുബ്രഹ്മണ്യൻ ചെയ്തത് മഹത്തായ പ്രവൃത്തിയാണെന്ന് കോൺഗ്രസ് കാണുന്നില്ല. അല്ല, ഇവിടെ മാധു ഞങ്ങൾ പറയുന്നത് ഈ കേസിന് ഞങ്ങൾ കോടതിയിൽ നേരിട്ട് പോകാം. ഇപ്പൊ എന്തുകൊണ്ടാണ് എൻ സുബ്രഹ്മണ്യന് ജാമ്യം കിട്ടിയത്? അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലും അറസ്റ്റ് ചെയ്യാത്ത തരത്തിൽ വീട്ടിൽ ഏത് കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തെ വസ്ത്രം ധരിക്കാൻ, ഭക്ഷണം കഴിക്കാനൊക്കെ അനുവദിക്കാറുണ്ട്. പക്ഷെ പ്രാതൽ കഴിക്കാൻ പോലും അനുവദിക്കാതെ അദ്ദേഹത്തെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നത് ഇവിടെ നമ്മൾ കേട്ടു. ഒരു ഉദ്യോഗസ്ഥൻ CIOയോട് പറയാണ്, അറസ്റ്റ് ചെയ്യാൻ പറയാണ്. ഇത് മൊബൈലിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം നടത്തിയ അറസ്റ്റാണെന്നേ. ഇത് ആദ്യത്തെ തവണയല്ലല്ലോ. ഇപ്പൊ പാട്ട് പാടിയ ആളുകൾക്കെതിരെ ആദ്യം നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആ കേസ് പിൻവലിക്കുക. അതിലും ഈ മതവിദ്വേഷം, മതസ്പർദ്ധ ഉണ്ടാക്കിയെന്നതിന്റെ പ്രകാരമാണ് കേസ്. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു കേസായിരുന്നു. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അയ്യപ്പ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തി അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്ത് ഇവിടെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ ഒരു മെറ്റീരിയൽ പോലീസ് ഇട്ട് കൊടുക്കുക. അനുപാതരഹിതമായ രാഷ്ട്രീയ വേട്ടയാണ് എന്നതാണ് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് കാരണമെങ്കിൽ ഈ ഇദ്ദേഹം പങ്കുവച്ച ചിത്രം ഇനി എല്ലാവരും പ്രചരിപ്പിക്കുമെന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഈ നിയമ പ്രക്രിയയിലെ നടപടിയിലെ പോരായ്മ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നതല്ലേ? അല്ലാതെ ഇദ്ദേഹം പങ്കുവച്ച ചിത്രം ഇനി എല്ലാവരും പ്രചരിപ്പിക്കും എന്ന ആഹ്വാനം നടത്തുന്നത് എന്തിനാണ്? അല്ല മാധു, ഇതിനകത്ത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, ഞാൻ പറഞ്ഞത് താങ്കൾ മനസ്സിലാക്കിയതുപോലെ അനുപാതരഹിതമായ വലിയൊരു അനീതി സംഭവിച്ചിരിക്കുന്നു. അതിൽ പോലും മുഖ്യമന്ത്രി എൻ സുബ്രഹ്മണ്യനെ കണ്ടിട്ടില്ല എന്നൊന്നുമില്ലല്ലോ. അതിൽ ആ ഫോട്ടോയിൽ ഒരു ടെക്നിക്കാലിറ്റിയുടെ പ്രശ്നമാണ്. ഈ പറയുന്ന വീഡിയോയിൽ നിന്ന് ഒരു ഫോട്ടോ പകർത്തിയപ്പോൾ പറ്റിയ ടെക്നിക്കാലിറ്റിയുടെ പ്രശ്നമാണ്. അത് മാറ്റി നിർത്തി ശരിയായ തരത്തിലുള്ള മുഖ്യമന്ത്രി കണ്ടിട്ടുള്ള അതേ തരത്തിലുള്ള ഫോട്ടോകൾ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നത് അതല്ല എന്ന് VR അനൂപിനും എനിക്കും കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാവുന്നതാണ്. എൻ സുബ്രഹ്മണ്യം ആദ്യം പങ്കുവച്ച 2 ചിത്രങ്ങളിൽ ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുഖ്യമന്ത്രി താലോലിക്കുന്നു എന്ന തരത്തിലുള്ള തമാശ പറയുന്നു എന്ന തരത്തിലുള്ള ചിത്രമാണ്. അത് അദ്ദേഹത്തിന്റെ എഡിറ്റ് ഹിസ്റ്ററിയിൽ ഇപ്പോഴും കാണാൻ കഴിയുന്നതാണ്. അത് പിൻവലിച്ചു. ആ പിൻവലിച്ച ചിത്രത്തിന്റെ പേരിലാണ് കേസ്. നിങ്ങൾ ആരെയാണ് ഈ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം നിലനിർത്തിയിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ആ വീഡിയോയിൽ നിന്ന് എടുത്ത ചിത്രമാണ്. അതിനല്ല കേസ് എന്ന് VR അനൂപിന് അറിയാത്തതാണോ? അല്ല മാധു, അത് അങ്ങനെ തന്നെ വെച്ചോ. അത് അങ്ങനെ തന്നെ മാധു കണക്കാക്കിക്കോ. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ, KC വേണുഗോപാലിനെതിരെ, രമേശ് ചെന്നിത്തലക്കെതിരെയുള്ള AI നിർമ്മിതമായ ഫോട്ടോകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഇത് ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? MV ഗോവിന്ദൻ ഒരു പത്രസമ്മേളനം നടത്തുന്നു. അതിന്റെ പരാതി കൊടുത്തിട്ടുള്ള MV ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിന്റെ പെട്ടെന്ന് തന്നെ ഒരു കേസെടുക്കുക. ഈ സമാനം മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക്, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകൾക്കില്ലാത്ത എന്ത് പ്രിവിലേജ് പിണറായി വിജയനുള്ളത്? ഇവർ മുഖം നോക്കാതെ നടപടി എടുക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇത്തരം ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിരന്തരമായ ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല
സമൂഹത്തിൽ സ്പർദ്ധ ജനിപ്പിക്കുന്ന തരത്തിൽ മുൻകാലങ്ങളിൽ RSS നേതാക്കൾ ഉൾപ്പെടെ സംഘപരിവാർ നേതാക്കൾ ഉൾപ്പെടെ സംഘപരിവാർ രാഷ്ട്രീയ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ എടുത്ത കാര്യങ്ങളിൽ ഈ പോലീസ് ഈ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല. ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ദാ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്, അവർക്കെതിരെ കേസെടുക്കുമ്പോൾ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൽ KPCC അംഗങ്ങളോ കോൺഗ്രസിന്റെ നേതാക്കളോ ആരും ഇതുവരെ പരാതി നൽകിയതായി നമുക്ക് അറിവില്ല. അങ്ങനെ പരാതി നൽകിയിട്ടുണ്ടെന്ന് അറിയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട്. അത് കൃത്യമാണ്. ആ കേസെടുത്തിട്ടുണ്ട്, അതിൽ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ആ ചിത്രം വീണ്ടും പ്രചരിപ്പിക്കാനാണ് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അനുവാദരഹിതമായ അക്രമം നടന്നു എന്നുള്ളത് മാത്രമല്ല, ആ ചിത്രം പ്രചരിപ്പിക്കാനുള്ള ആഹ്വാനവും അവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ അങ്ങേക്ക് വരാം.